അടി ഉണ്ടാക്കിയാണ് തുടങ്ങാറുള്ളത്. നിങ്ങൾ എല്ലാവരും ഒന്ന് കരുതിയിരുന്നോ? ഞാനും എൻ്റെ ഫിയാൻസിയും കൂടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇവാൻഷി എന്നുള്ളൊരു പേര്. ഫിയാൻസി എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പ്രേമിച്ച് കിടക്കുന്നുണ്ട്. ഇല്ല അവൻ നല്ല മിടുക്കനാണ്. എനിക്ക് എവിടെയും കാലം അവനെയാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ അടിയാവാറുണ്ട്. അതിന് അയ്യോ, ഞങ്ങളുടെ ഷോപ്പിലെ സ്റ്റാഫുകൾ എപ്പോഴും പറയും ഇത്ത ബിഹൈൻഡ് സീൻസ് ഇട്, 1 million റീച്ച് ഉറപ്പാണ്, ബിഹൈൻഡ് സീൻസ് ഇട്. ഒന്നും മനസ്സിലാവില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അല്ലാണ്ട് നോക്കുമ്പോ ഞാൻ ഉമ്മാന്ന് വിളിക്കുന്നു, അനു എന്ന് വിളിക്കുന്നു, എല്ലാം കറക്റ്റ്. അതെ, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണെന്ന് ഞങ്ങൾക്കറിയാം. കൗണ്ടർ സെയിൽ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റും ക്വാളിറ്റി ഇല്ലാത്തതും ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നു. ഇതെങ്ങനെ ആൾക്കാർ തിരിച്ചറിയാം? എനിക്ക് തോന്നുന്നു 12th വരെയും ഉമ്മ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ഇവാൻഷി.in എന്ത് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലും ഒരു യുണീക്നെസ് കൊണ്ടുവരണം. 1 hour സ്റ്റിച്ചിങ് ആയി ഞാൻ അങ്ങ് എടുത്തു. 1 hour എമർജൻസി സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ പുതിയ ഐഡിയകൾ ഞാൻ കണ്ടു വളർന്നത് ഡ്രസ്സും ഈ സ്റ്റിച്ചിങ്ങും അതൊക്കെയാണ്. ബെസ്റ്റ് വുമൺ ഓൺടർപ്രണർ അവാർഡ്. പണ്ടത്തെ രംഗീലോ സിനിമയൊക്കെ അറിയാം. അതിൽ മറ്റേ ഊർമിളായിട്ടിരിക്കുന്ന ആ ബണ്ണൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഹിറ്റായിരുന്നു. ഞാൻ അതുണ്ടാക്കി പഠിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ഫാൻസികളിൽ സെയിലായി ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ്സ് എനിക്ക് കുറച്ചും കൂടെ യുണീക്കായിട്ടിരിക്കണം എന്നുണ്ട്. ഓരോ പ്രോഡക്ട്സും 1000+ ഓർഡേഴ്സ് ഡെയിലി വരുന്നുണ്ട്. 13 വയസ്സിൽ തുടങ്ങി പിന്നെ ഞങ്ങള് ലൈക്ക് എന്താണോ 13 വയസ്സിൽ തുടങ്ങി ഞങ്ങളോ തെറ്റുണ്ടോ മൊത്തത്തില്? ഞാൻ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ്. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു ബൊട്ടീക്ക് ഉണ്ട് നമ്മുടെ കേരളത്തിൽ, അതും ട്രിവാൻഡ്രത്ത്, ഇവാൻഷി ഡിസൈൻസ്. അതിൻ്റെ അമരക്കാരാണ് 2 പേര് നമ്മളുള്ള അനു ഫാത്തിമ, റീജ താഹ. 2 പേർക്കും വെൽക്കം ടു അവർ ഷോ. എന്തായാലും ഒരുപാട് സന്തോഷം. 2 സ്ത്രീ സംരംഭകരാണ്. സ്ത്രീകൾക്ക് ഒരു ആവേശം വരട്ടെ. ശരിക്കും കുറെ വർഷം മുമ്പല്ലേ നമ്മൾ തുടങ്ങിയ? അതെ, കുറെ വർഷം മുന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ പറയൂ അമ്മയ്ക്ക് എന്താണ് പറയാൻ ബുദ്ധിമുട്ട്? ഇല്ല, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. ഒരു വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അടി ഉണ്ടാക്കിയാണ് തുടങ്ങാറുള്ളത്. വെരി നൈസ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കരുതിയിരുന്നോ? ഓക്കെ, ഞങ്ങള് പറഞ്ഞു തുടങ്ങിക്കും. 13 വയസ്സിലാണ്. എത്ര? 13 വയസ്സിലോ ഇത് സ്റ്റാർട്ട് ചെയ്തോ? അന്നേ പ്രാരാബ്ധമായിരുന്നു. 13 ബാലവേല. പോലീസ് വിൽക്കാറും കേസായിട്ട് വരും. ഇല്ല, ഞാൻ 7th വെക്കേഷൻ ഉണ്ട്, 2 മാസത്തെ വെക്കേഷനിലാണ് എൻ്റെ അമ്മ വലിയ ആഗ്രഹത്തോടു കൂടി എന്നെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വിടുന്നത്. 2 month പഠിച്ച ഒരു ബേസ് മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ. അമ്മ ആഗ്രഹത്തോടു കൂടി വിടുമ്പോ മറ്റേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം. ഞാൻ സ്കൂളിലും ഫ്ലവർ മേക്കിങ് അതിനൊക്കെ മത്സരത്തിന് പോകുന്നു, ഫസ്റ്റാണ് സ്കൂൾ. അപ്പോൾ എന്നെ സിസ്റ്റർ, ടീച്ചർ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്, നല്ലൊരു ഭാവിയുണ്ട് നീ ഇതിലോട്ടൊന്ന്. അങ്ങനെ അത് എൻ്റെ അമ്മയുടെ ചെവിയിലും എത്തി. എൻ്റെ അമ്മ പറഞ്ഞു വിടുന്നതാണ്. ഞാൻ 2 month പോയിട്ടുള്ള ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ മെഷീനൊക്കെ വീട്ടിൽ മേടിച്ചു. അപ്പം എൻ്റെ വാപ്പ പ്രവാസിയാണ്. എൻ്റെ അമ്മ അപ്പോഴത്തെ മിഷനൊക്കെ സെറ്റ് ചെയ്ത് ആദ്യമേ എനിക്ക് തന്നിട്ടാണ് എൻ്റെ അമ്മ അങ്ങോട്ട് വിടുന്നത്. എൻ്റെയും കാര്യം ഭയങ്കര പ്ലാനിങ് ആണ് പുള്ളിക്കാരി. ഇപ്പോഴും എനിക്ക് അത് അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഭയങ്കര പ്രൗഡാണ്. കാരണം ഞാൻ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ്. കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പറയുമ്പോഴത്തേക്കും. ഇല്ല, അത് അമ്മേനെ കുറിച്ച് പറയുമ്പോൾ ഇമോഷണൽ ആവുന്ന എപ്പോഴും നല്ലതാണ്. നമുക്ക് അത്ര സ്നേഹം ഉണ്ടെന്നല്ല അറിയിക്കുന്നത്. പോരട്ടെ, മോളെ ഏറ്റെടുത്ത്. ഓക്കെ, ഇനി അമ്മ നിർത്തും, അത് ഞാൻ പറയും. 13 വയസ്സിൽ തുടങ്ങി പിന്നെ ഞങ്ങള് ലൈക്ക് എന്താണോ 13 വയസ്സിൽ തുടങ്ങി ഞങ്ങളോ? ഇത് എവിടെ കണക്കൊക്കെ തെറ്റുണ്ടോ മൊത്തത്തില്? ഒരാള് കരയണം, ഒരാള് കണക്ക് തെറ്റിക്കണ്. കരയുന്നോണ്ടാണ് ഞാൻ എന്നാ ബാക്കി പറയുന്നത്.
പകുതി കൂടുതൽ സ്റ്റോറി എനിക്കറിയില്ല, എന്നാലും ഞാൻ തുടങ്ങി പറയാം. അതും പിന്നെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യും, ടീച്ചറിന് ചെയ്ത് കൊടുക്കും, സ്കൂളിൽ ടീച്ചറിന് ചെയ്യും. പിന്നെ എനിക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണം. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു മോഡൽ പാറ്റേൺ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ സാധനം പൈസ കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് അത് ഫുള്ള് അഴിച്ചു നോക്കും. അത് അഴിച്ചു നോക്കും. പ്രോഡക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഫുള്ളും എന്നാ അത് ഞാൻ അഴിച്ചു നോക്കിയിട്ട് അത് എങ്ങനെയാന്ന് പാറ്റേൺ കണ്ടിട്ട് അത് ഇപ്പോഴും ഉണ്ട്. അതിപ്പം ഞങ്ങൾക്ക് ഇത്രയും സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട് ചെയ്യാനുണ്ടെങ്കിലും സ്വന്തമായിട്ട് അതൊരു വാശി പോലെയാണ് ചെയ്യും. പറ്റില്ല എന്നൊരു സാധനം നമുക്കില്ല, ഇല്ല മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ. ഇത് ഭയങ്കര രസമുള്ള സ്റ്റോറി കേട്ടോ. 13 വയസ്സിൽ വെക്കേഷനിൽ ഇത് പഠിച്ചിട്ട് ടീച്ചറിന് തന്നെ സ്റ്റിച്ച് കൊടുത്തു. ടീച്ചറിന് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും. കാരണം അന്ന് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിലെന്തെങ്കിലും ഈ മോഡിവേഷൻ ചെയ്ത് ഇങ്ങനെ ബീഡ്സ് വെച്ച് ഫ്ലവർ വെച്ച് ഇത് ഹാൻഡ് വർക്ക് അതൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്. നമ്മളുടേതായിട്ടുള്ള കയ്യിൽ നിന്ന് വിട്ട് അപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഒരു യുണീക്ക് ആയിട്ടുണ്ട് എൻ്റെ സാധനം. അപ്പോൾ എന്നെ തിരക്കി ഒത്തിരി ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വീട്ടിൽ പഠിത്തതിൻ്റെ കൂടെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഒരു വരുമാനം അല്ല, ഇത് മാത്രമല്ല വരുമാനം, അല്ലാതെ ഉണ്ടായിരുന്നു. ഞാൻ ഫാൻസികളിൽ ബണ്ണും പണ്ടത്തെ രംഗീലോ സിനിമയൊക്കെ അറിയാം. അതിൽ മറ്റേ ഊർമിളായിട്ടിരിക്കുന്ന ആ ബണ്ണൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഞാൻ അത് കണ്ടിട്ട് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന സിസ്റ്ററെ പോയി ചോദിച്ചു, സിസ്റ്റർ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന്. അപ്പം സിസ്റ്റർ എനിക്കത് കാണിച്ചു തന്നു. ഞാൻ അതുണ്ടാക്കി പഠിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ഫാൻസികളിൽ സെയിലായി ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഉണ്ട് ഫാൻസിയും ഇതായിട്ട്. പിന്നെ അതിന് ബണ്ണ് അന്നത്തെ ഇപ്പോഴില്ല ബണ്ണൊന്നും. അങ്ങനെയുള്ള കുറെ ഒത്തിരി ബിസിനസ് ഞാൻ അന്നത്തെ ട്രെൻഡിനൊപ്പം ഞാനത് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇതിന് പഠിക്കാൻ പോയെങ്കിലും അന്നും ഷോപ്പിൽ പോയി സെയിൽ ചെയ്യുന്നത് ഞാനാണ്, ഇന്നും അത് ചെയ്യുന്നത് ഞാനാണെന്ന്. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ്. 10th ആയപ്പം അത് കഴിഞ്ഞ് ഞാൻ കല്യാണം അല്ലില്ല, 10th കല്യാണമായില്ല. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി. പിറ്റേ വർഷം കല്യാണം. ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് ഞാൻ പിന്നെ അത് കുറച്ചും കൂടെ ഡെവലപ്പായി. പിന്നെ എനിക്ക് എങ്ങനെ എന്ത് സാധനം എവിടെ എന്ത് ചെയ്യണം. ശരിക്കും അത് ഏതൊരു ഇയറിലായിരുന്നു ഫാഷൻ ഡിസൈൻ പഠിക്കാൻ പോയത്? 96. ആ ഒരു ടൈം എനിക്ക് തോന്നുന്നു ഫാഷൻ ഡിസൈനിങ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരു 10 വർഷം കൊണ്ടാണ് ഒരു ട്രെൻഡിങ്ങിൽ എത്തിയേക്കുന്നത്. ഇല്ല അന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പക്ഷെ അന്ന് ഞാൻ പഠിച്ചത് ഇപ്പോഴും ട്രെൻഡി ആയിട്ട് ഓടുന്നുണ്ട്. അവരോട് ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ. ഓക്കെ. അപ്പൊ അന്ന് ഫാഷൻ ഡിസൈനിങ്ങും പഠിച്ചിട്ട് പിന്നെ ഈ ഒരു കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുന്ന ഒരു സമയത്ത് 18 ആയപ്പോ അനുവായി. അത് പറയാൻ മടിച്ചാണ്. അപ്പം അന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഞാൻ അങ്ങനെ ബേസിക് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കാണുന്നതെല്ലാം ചെയ്തു നോക്കണം. അത് ഇപ്പോഴും ഉണ്ട്. അതിന് വേണ്ടി രാവും പകലൊന്നും ഇല്ല, ടൈം പോലും ഇല്ല. ഇപ്പോഴാണെങ്കിലും രാത്രി 2 മണി 3 മണി വരെ അത് ഞാൻ ഇപ്പോഴും ചെയ്തു നോക്കും. അപ്പൊ എപ്പോഴും എന്നെ വഴക്കുറയും, ഉമ്മ എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് അവിടെ എത്തണം. അപ്പോഴേ എനിക്ക് എന്റെ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവർ ഇന്നതിനൊക്കെ ചെയ്യണമെന്ന്. നമുക്ക് അറിഞ്ഞുകൂടാതെ ഒരു കാര്യം നമ്മളുടെ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ചോദിക്കില്ല നിങ്ങൾക്ക് എന്തറിയാം ഇത് പറയാൻ. പക്ഷെ എന്റെ സ്റ്റാഫ് അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഇല്ല. ഈ നമ്മൾ ഇപ്പൊ അങ്ങനെ ഒന്ന് ആക്റ്റീവായിട്ട് വന്നോണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഷോപ്പ് എന്ന് പറഞ്ഞ ഇതിലേക്ക് എത്തിയത് എപ്പോഴാണ്? ഇല്ല, ഷോപ്പിന് മുന്നേ തന്നെ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയി ഞാനും ഒക്കെ ആയി. പെട്ടെന്ന് ഞാൻ അനുവായി. 1 ഇയറിനകത്ത് അനുവായി. അപ്പൊ അനുവിനുള്ള കുഞ്ഞുടുപ്പ് വരെ ഞാനാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തത്. ഉമ്മ തയ്ച്ച ഉടുപ്പാണ് ആദ്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാന് ഇപ്പൊ ഉമ്മ സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ ഒരു ജനിച്ചപ്പോ തൊട്ട് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു 12th വരെയും ഉമ്മ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വർക്കേഴ്സ് ഒക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ്സ് ഒക്കെ ആയിട്ടാണ് പിന്നെ അവർ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുവരെ എനിക്കൊരു പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതോ അതിനെ പറ്റിയിട്ടൊന്നും വലിയ ചിന്തിക്കേണ്ട എനിക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അറിയില്ല. കാര്യം ഞാൻ കണ്ടു വളർന്നത് ഡ്രസ്സും ഈ സ്റ്റിച്ചിങ്ങും അതൊക്കെയാണ്. വീട്ടിലും സെയിലുണ്ടായിരുന്നു. ചുരിദാർ മെറ്റീരിയൽ നൈറ്റിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളന്ന് വിശ്വസിക്കൂല, ഒരു 100 പീസൊക്കെ ഞാൻ ഒരു ദിവസം സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അല്ല, എന്നെ അറിയാന്നുള്ള എൻ്റെ പഴയ കസ്റ്റമറിന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടുന്ന് വന്നാണ്. എന്നിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് വന്നത് എപ്പോഴാണ്?
ഷോപ്പിലേക്ക് വന്നത് 2014 ഞങ്ങളൊരു ഷോപ്പിലേക്ക്, ആറ്റിങ്ങിലാണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലം. അവിടെ നിന്ന് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ട്രിവാൻഡ്രത്തോട്ട് പോയി. അനു 9th പഠിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നപ്പോഴേ തന്നെ അവിടെ വീടൊക്കെ സെറ്റാക്കി റെൻറ്റിനാണ് ആദ്യം എടുത്ത് ഞങ്ങളുടെ വീടെല്ലാം അവിടെ അടച്ചിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. പോകുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പ് കിട്ടി. 200 സ്ക്വയർ ഫീറ്റിലാണ്. 2014 അവിടുന്ന് എന്നെ 10th കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയ ടൈമിൽ തന്നെ ഞങ്ങൾ പെട്ടെന്ന് വിത്തിൻ ഒരു 1 വീക്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഷോപ്പ് കിട്ടിയത്. അതും MG റോഡാണ് കിട്ടിയത്. MG റോഡ് ഏറ്റവും മീൻസ് ജയലക്ഷ്മി പോത്തീസിന്റെ ഒക്കെ തൊട്ട് ചേർന്നുള്ള ഒരു ബിൽഡിംഗ് സ്ഥലത്താണ് കിട്ടിയത്. ഒരു പ്രൈം സ്പോട്ടായിരുന്നു. ഒരു സ്പോട്ടും പറയണം, കാര്യം അതും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം ഇത്രയും ഈ ജയലക്ഷ്മി പോത്തീസൊക്കെയാണ്. അല്ല, ഞാൻ ആഗ്രഹിച്ച് ഞങ്ങൾ ആറ്റിങ്ങൽ വീടാണെങ്കിലും കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് അതിൻ്റെ റോഡ് സൈഡിലെങ്കിലും ഒരു കുഞ്ഞു കട ഇടാൻ പറ്റിയിരുന്നെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം എനിക്ക് തന്നത് MG റോഡ് പോലുള്ള ഒരു വലിയൊരു സിറ്റിയിലായിരുന്നു തിരുവനന്തപുരം. അത് പോത്തീസ് ജയലക്ഷ്മി മാത്രമേ ആ ഒരു ടൈമിലുള്ളൂ. എല്ലാരും ആക്സസ് ചെയ്യുന്ന ഒരു ഷോപ്പ് ഈ 2 സ്ഥലങ്ങളിൽ മാത്രമാണ്. അവിടെയും പോയി ഞാനൊരു യുണീക്കായിട്ട് നിന്ന് 1 hourൽ സ്റ്റിച്ചിങ് ആയി ഞാൻ അങ്ങ് എടുത്ത് അവിടെ പുതിയ ഐഡിയകൾ ഇപ്പോഴും ചെയ്തു കൊടുക്കും. കാരണം കട്ടിങ്ങിന് സെപ്പറേറ്റ് മാസ്റ്റർ വിളിക്കേണ്ടതൊന്നും ചെയ്യണം. ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുക്കും. ഞാൻ തന്നെ വേണം, അത്യാവശ്യമാണെങ്കിൽ സ്പീഡിന് കയറി ഇരുന്ന് ചെയ്തു കൊടുക്കും. ഇപ്പൊ ഈ റീസെന്റ് എന്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായ ഒരു അനുഭവമാണ്. കല്യാണത്തിന്റെ, അതായത് സഹോദരന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത് ലേറ്റ് ആയിപ്പോയി. ഒരു 10-10:30 ആയപ്പോഴാണ് പാക്കറ്റ് വീട്ടിലെത്തിയത്. തലേ ദിവസം ഇട്ട് നോക്കിയപ്പോൾ ആ ഡ്രസ്സ് പറ്റുന്നില്ല, സൈസ് പോയി. പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എടുത്തു വെച്ച വേറെ ഡ്രസ്സ് ഇടുക ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞില്ലേ 1 hourൽ സ്റ്റിച്ചിങ്, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഞാൻ ചെയ്തു കൊടുക്കും. അത് എപ്പോഴാണെങ്കിലും ഏത് ടൈമിലാണെങ്കിലും. എല്ലാവരും 1 hour സ്റ്റിച്ചിങ് ആണ് മോസ്റ്റ് പ്രിഫറൻസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രീ ബുക്കിംഗ് പോലെ ഒരു ഓപ്ഷൻ ഉണ്ട്. രാവിലെ കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിനായിരിക്കും ഫസ്റ്റ് പോകുന്നത്. ഇല്ല, ഞാൻ അങ്ങനെ എത്തി കഷ്ടമൊക്കെ ഒന്ന് പറയുന്നവർക്ക് ഞാൻ അങ്ങ് ഇരുന്ന് ചെയ്തു കൊടുക്കും. അതിനൊക്കെ എപ്പോഴും അടിയാണ് വീട്ടില്. ഇത്രയും സമയം നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ ഇത്രയും സമയം എന്തിനു ജോലി ചെയ്യുന്നത്, സമയം കൂടുതലാണെന്ന് പറയും. ഞാൻ ജോലി ചെയ്യുന്നതിന്റെ അതെന്ന് വെച്ചാൽ നൈറ്റ് ഒക്കെ ചിലപ്പോൾ ഞങ്ങൾ ക്ലോസിംഗ് ടൈമിലായിരിക്കും അവർ കൊണ്ടുവരുന്നത്. അപ്പൊ അത്രയും ഇത് ബുദ്ധിമുട്ട് പറയപ്പോ ഞാൻ വേഗം ഇരുന്ന് ചെയ്തു കൊടുക്കും. അതെ അതെ, ഓക്കെ, അടിപൊളി. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒക്കെ നമുക്കുണ്ട്. 1 hour സ്റ്റിച്ചിങ് വലിയൊരു കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മള് അവിടെ സ്റ്റിച്ചിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 14 വർഷം മുന്നേ ഞങ്ങളൊരു സ്റ്റിച്ചിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. അമ്മ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഉണ്ടായിരുന്നു. ഞങ്ങള് ഉമ്മക്ക് എന്നത് പറയാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഞങ്ങൾക്ക് അതെ, ഞങ്ങളൊരു സ്റ്റാർട്ടിംഗ് ടൈമിൽ ഞങ്ങളുടെ ഒരു ഷോപ്പിന്റെ ഓണേഴ്സ് തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ പോകുന്നത്. ഞാനന്ന് 10th +1 പഠിക്കുന്നത്, കൂടുതൽ അറിയില്ല. അപ്പോൾ പോകുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറെ ലിമിറ്റേഷൻസ് വരുന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇവാൻഷി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ എത്തി എന്നുള്ളത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ എപ്പോഴും ഉമ്മയുടെ പറയും, ഉമ്മയുടെ കഴിവ് കൊണ്ടാണ് ഉമ്മ അത് എത്തിയത്. അത്രയും ആ ഒരു വർഷം ഞങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ് 2014-15 ആ സ്റ്റാർട്ടിങ് വർഷം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോലീസ് കേസ് വരെ ആയ. അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ വളർച്ച കാണാൻ? കാരണം അവരൊന്നും ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് വെച്ച ലിമിറ്റ് ഞാൻ ഒരിക്കലും ഇത് ചെയ്തില്ല. ഞാൻ കാരണം ആർക്കും അടിമയല്ല. അവർക്ക് എന്നെ പറ്റി അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്യും, ഏതൊക്കെ ചെയ്യും എന്നൊക്കെ അവർക്ക് അറിയില്ല. അപ്പൊ അവര് വിചാരിച്ച് അവര് ഒരു വലിക്കുന്ന ഒരു നൂലിന്റെ അറ്റത്ത് ഞാൻ നിൽക്കുമെന്ന്. പക്ഷെ ഞാൻ വളരുന്നോറും അവർക്ക് ടെൻഷനായി. അപ്പൊ അവരും ഇങ്ങനത്തെ സ്റ്റിച്ചിങ് മേഖലയിൽ പെട്ട ആരെങ്കിലും ആണോ? അവർക്കും ഡ്രസ്സിന്റെ ഷോപ്പായിരുന്നു. പിന്നെയാണ് ഇതിലോട്ട് മീൻസ് ഞങ്ങൾ ചെയ്യുന്ന ഒരു ടൈപ്പിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. പക്ഷേ പല ആൾക്കാരടുത്തും പറഞ്ഞു മാനസിക അവര് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ല, അവരാണ് നമുക്ക് എനർജി തന്നത്. കോമ്പറ്റേറ്റേഴ്സ് അല്ല, ഇപ്പോഴും ഞങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് അല്ല. പക്ഷെ നമ്മള് ഇപ്പൊ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയാണ്. കാര്യം അത് ആ ഒരു സ്റ്റാർട്ടിങ്ങില് നമുക്ക്
എന്താണെങ്കിലും അവന് ഇതിന്ന് ഒരു അടുത്ത സ്റ്റെപ്പ് വേണം എന്നുള്ളൊരു എനർജി തന്നത് അവരാണ്. ഓഹോ. ഈ നമ്മുടെ ഈ പേര് ഇവാൻഷി എന്നുള്ള പേര് ഇട്ടത് എപ്പോഴായിരുന്നു? ഇവാൻഷി എന്നുള്ളത് ഞങ്ങള് ഈ ഒരു ഇപ്പൊ സ്റ്റിച്ചിങ് സെന്റർ പറഞ്ഞു, സ്റ്റിച്ചിങ് സെന്റർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനപ്പോ ഫാഷൻ ഡിസൈനർ +1 +2 കഴിഞ്ഞ് അന്ന് മുതലേ എന്റെ മൈൻഡിലുണ്ട് ഞാൻ ചെയ്തോണ്ട് ഒരു പ്ലാനിങ് ഉണ്ട്. പക്ഷെ ബുട്ടിക്ക് എങ്ങനെ തുടങ്ങണം എന്താണെന്നൊന്നും അറിയില്ല. ബുട്ടിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഈ എലഗന്റ് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടേ പ്ലാനിങ് ഉണ്ട്. പിന്നെ അപ്പോ ഞാനും എന്റെ ഫിയാൻസിയും കൂടെ ഇരുന്നിട്ടാണ് ഞങ്ങള് ഇവാൻഷി എന്നുള്ളൊരു പേര്. ഫിയാൻസി എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പ്രേമിച്ച് കിടക്കുന്നുണ്ട്. അതെ, ഞാൻ അറിഞ്ഞിട്ടില്ല ഈ സംഭവം, ഇതുവരെ അറിഞ്ഞിട്ടില്ല. നേരത്തെ എന്നെ ചോദിച്ചായിരുന്നു ഇവാൻഷി എങ്ങനെ കിട്ടിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കോമൺ അല്ല, റെയർ ആയിട്ട്. പക്ഷെ പക്ഷെ അവൻ ഭയങ്കര മിടുക്കനാണ്, അറിയിച്ചില്ല. ഇല്ല, അവളും ഫ്രണ്ട് ആണെന്നുള്ള രീതിക്ക് അറിയാം. വീട്ടിലറിയില്ല. ഞങ്ങൾ ഇങ്ങനെ പേര് നോക്കുന്നു. ഇവാൻഷി എന്നുള്ളതിന്റെ ഈ ഉണ്ട്, എലഗന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ഷോപ്പ്. ഈ വെച്ച് തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബാക്കി ലെറ്റേഴ്സ്. അതെ അതെ, ബാക്കി ലെറ്റേഴ്സ് കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് ഒരു ഈയുടെ ഒരു എംബ്ലം വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ ഞാനും അവനും കൂടെ കുറെ നോക്കി എവിടെന്നോ ഒരു പേര് 3 മാസം നോക്കി ഇത് ഇഷ്ടമായി. അങ്ങനെയാണ് ഇവാൻഷി എന്ന ടൈറ്റിൽ ഇട്ടത്. അവന്റെ പേരായിരുന്നു ഇവാൻഷി എന്നുള്ള ഇന്റർവ്യൂ കഴിയട്ടെ. ഇല്ല, അവൻ നല്ല മിടുക്കനാണ്. എനിക്ക് എവിടെയും കാലം അവനെയാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. കാരണം കുറച്ചും കൂടെ അവന് എന്ത് പറഞ്ഞാല് ഞാൻ പറയുന്ന കാര്യം അവന് മനസ്സിലാവും. ഇവളെ എന്റെ അടുത്ത് അടി വെക്കാൻ വരും. എപ്പോഴാണ് ഉമ്മയുടെ കൂടെ കൂടിയത്? ഞാൻ എന്റെ ഡിഗ്രി ഗ്രാജുവേറ്റ് BBA ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ ഞാൻ MBA ചെയ്യാന്നുള്ള പ്ലാനിങ് ആണ്. എന്റെ മനസ്സിലൊരു ഫാഷൻ ഡിസൈനിങ് എന്നുള്ള ഒരു ടോപ്പിക്കും ഉണ്ടായിരുന്നില്ല. BBA ലൈക്ക് എന്തുവാണ് BBA എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി ബിസിനസ് ആണ്, തോന്നുന്നത് BBA തന്നെ ചെയ്യാം എന്നുള്ള രീതിക്ക് തുടങ്ങിയതാണ്. എന്നിട്ട് MBAക്ക് ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടും എനിക്ക് ഫസ്റ്റ് എൻട്രൻസിൽ എനിക്ക് തോന്നി കിട്ടില്ലായിരിക്കും എന്നുള്ളത്. പിന്നെ എനിക്ക് വീണ്ടും ഇരുന്ന് പഠിക്കാൻ പറ്റി. അതിന് മുന്നേ ഒരു ഇതുണ്ട്, ഇവിടെ ഞാൻ കൊണ്ടുവന്ന് +2 മെഡിസിൻ ഇടാൻ കൊണ്ടാക്കിയതായിരുന്നു. അത് മൊത്തം എല്ലാം മാറിയാണ്. അപ്പൊ എന്റെ എന്ന് പറയണത് നിങ്ങൾക്ക് എനിക്ക് ഫാമിലി വേണോ ഒന്നി പ്രൊഫഷണൽ വേണം. അപ്പൊ അത് രണ്ടും കൂടെ പറ്റൂല. ഫാമിലി വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്ത്. അങ്ങനെ അപ്പൊ ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് MBA നോക്കി. MBA ചെയ്യാന്നുള്ള രീതിക്ക് 1 വർഷം കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാമെന്നുള്ള രീതിക്ക് നിന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പേരെ ഫാഷൻ ഡിസൈനറെ നോക്കി ആ ബൊട്ടിക്ക് തുടങ്ങിയ ഒരു ടൈമിൽ. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾ അതുവരെ കേട്ടിട്ടില്ലാത്തൊരു സാലറിയാണ് ചോദിക്കുന്നത് സ്റ്റാർട്ടിങ്. അപ്പൊ ഞങ്ങൾക്ക് അത് കൊടുക്കാനും പറ്റൂല. ഇത്രയും ഉണ്ടാന്ന് വരുന്ന ആൾക്കാരെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് വന്നപ്പോൾ അവർക്ക് എനിക്കറിയാവുന്നുള്ള അത്ര പോലും അവർക്ക് അറിയില്ല. വലിയ ഡിസൈനറാണെന്ന് പറഞ്ഞ് വരുന്നവർക്ക് വലിയ സാലറി. അപ്പം ഒരു രാത്രി ഒരു തീരുമാനം പറഞ്ഞുതരാം. ഒരു രാത്രി കിടന്നുറങ്ങിയിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്ത് ഞാൻ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാമെന്ന്. അല്ലാതെ നമ്മൾ വേറെ പുറത്ത് പോയി നോക്കിയിട്ട് ഇങ്ങനെയല്ലേ വരുന്നത്. ആ രാത്രിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് കിടന്നുറങ്ങിയ. അല്ല, അത് എനിക്കിപ്പോഴും അറിയില്ല അതെന്താ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടായിരുന്നു എനിക്കിങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകും. അതുവരെ ഞാൻ ബാക്കിൽ നടന്ന് നമുക്ക് ഇതിലോട്ട് നോക്കാം. ഇല്ല, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ചെയ്യണമെന്ന് എന്നെ കമ്പൽ ചെയ്തിട്ടില്ല. +2 കഴിഞ്ഞ് നീ ഇത് തന്നെ ചെയ്യണമെന്ന് ഒരു കാര്യം കമ്പൽ ചെയ്തിട്ടില്ല. ഇഷ്ടത്തിൽ ലാസ്റ്റ് അതാ ഞാൻ പറഞ്ഞത്. ഫാഷൻ ഡിസൈനിങ് എന്നുള്ളതും ഉമ്മയുടെ മനസ്സിൽ ആഗ്രഹം, അൾട്ടിമേറ്റ് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് പോയി പറഞ്ഞ് ഞാനവിടെ മുകളിൽ ദൈവത്തിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഒരു മോളല്ലേ ഉള്ളു. അപ്പൊ പിന്നെ പെൺകുട്ടിയാണ്, അവള് വേറെ വഴിക്ക് പോയ എന്തായാലും നമ്മളെ ബിസിനസ് പിന്നെ അവിടെ അങ്ങ് നിന്നു പോകും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ കൊണ്ടെത്തിക്കുന്ന അങ്ങനെ അതിനല്ലല്ലോ. ഉമ്മയുടെ പ്ലാൻ ആയിരുന്നു ഫാഷൻ ഡിസൈനറിന് വലിയൊരു സാലറി കൊടുത്തു. അപ്പൊ ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കൂ. സാലറി പണ്ടും എന്റെ ചോദിച്ചു വാങ്ങും. പണ്ട് സ്റ്റിച്ച് ചെയ്യൂന്ന് പറഞ്ഞില്ലായിരുന്നു വീട്ടിൽ
വീട്ടിൽ വെച്ച് ആ ടൈമിൽ ഞാനും ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ പോക്കറ്റ് മണി പോലെ ഞാൻ ആ വാങ്ങിക്കാറുണ്ട്. അങ്ങോട്ട് ഹെൽപ്പ് ഉണ്ട്. അന്നോട്ട് ഹെൽപ്പ് ഉണ്ട്. ആരും പഠിപ്പിച്ചില്ല, എന്നെ പോലെ തന്നെയാണ് സ്വന്തമായിട്ട് പഠിച്ച്. ഞാൻ പിന്നെ അവസാനം ഒരു വെല്ലുവിളി വിളിച്ചു. ഞാൻ പറഞ്ഞ ആം ഹോളും നെക്ക് ആര് തെച്ചിരുന്നാലും അറിയാത്ത ആൾക്കാർ തെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല, നീ അങ്ങനെ ചെയ്തു തരുമെങ്കിൽ ഞാൻ നിന്നെ സമ്മതിച്ചെന്ന്. പക്ഷെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തപ്പം ഒരു ചുളിവ് പോലും ഇല്ലാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിച്ചെടുത്തപ്പം ഞാൻ വിചാരിക്കും അതൊരു 10 പൈസ വരുള്ളൂ ആ ടൈമില്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഇപ്പൊ മറ്റേ 2 പിള്ളേരുണ്ട്, ഇപ്പം പിള്ളേർക്ക് കൊടുക്കുന്ന അതേ പേയ്മെന്റ് അവക്കും വേണമെന്ന് പറഞ്ഞ് എനിക്ക് വാങ്ങി. എനിക്ക് കഴിവുണ്ടല്ലോ. അതെ പിന്നല്ല ഒരു ഞങ്ങൾക്ക് അന്ന് നൈറ്റിയുടെ സെയിലായിരുന്നു കൂടുതലും വരുന്നത്. നൈറ്റ് പീസ് എടുത്തുകൊണ്ടെന്ന് കസ്റ്റമർ സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പം 10 പീസൊക്കെ അന്ന് ചെയ്യും, 10 പീസൊക്കെ അന്ന് ചെയ്ത് തരും. സ്റ്റിച്ചിങ് അറിയാം എനിക്ക് ചെറുതായിട്ട്. അതാ ഞാൻ ഫാഷൻ ഡിസൈനിങ് എത്തിന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ലാതെ എത്തിയത്. ഞാൻ ജനിച്ചപ്പോ എനിക്ക് ആകെ അറിയാവുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ഡ്രസ്സ് സ്റ്റിച്ചിങ്, ഡ്രസ്സ് സെയിൽ. ഞങ്ങളുടെ റൂമിൽ ഫുള്ളും ക്ലോത്ത് ആയിരുന്നു. റൂമിൽ ഫുള്ളും ക്ലോത്ത് 3 മിഷ്യൻ വീട്ടിലും ഉണ്ടായിരുന്നു. 3 മിഷ്യൻ ഉണ്ടായിരുന്നു. അടിപൊളി. ഈ ശരിക്കും ഒരു ഓൺലൈൻ ട്രെൻഡ് കൊണ്ടുവന്നത് നിങ്ങളൊരു കെട്ടുകേൾവിയുണ്ട്. എന്താണ് അതിന്റെ പുറകിലെ കഥ? ഓൺലൈൻ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കൊറോണയ്ക്ക് ശേഷം, കൊറോണ സെക്കൻഡ് ഇതാണെന്ന് തോന്നുന്നു, ആ ഒരു ടൈമില് ഞങ്ങളൊരു 3 പീസ് സെറ്റ്, 3 പീസ് സ്യൂട്ടിന്റെ ഒരു സ്റ്റിച്ച്ഡ് സെറ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും അഫോർഡബിൾ ആ ഒരു ടൈമിൽ 999 റേഞ്ചിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് സെല്ല് ചെയ്തതാണ്. ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഒരു ഓൺ വോയിസിനൊന്നും അത്രയും റീച്ച് കയറുന്നതല്ല. പക്ഷെ 1.5 മില്യൺ ഓൺ വോയിസ്, അതെ അടുപ്പിച്ച് 2 മിനിറ്റ് പ്ലസ് എന്തോ വീഡിയോ ലെങ്തും ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് ഞങ്ങള് ഒരു 600-700 പീസസോളം സെയിൽ. അതെ ആ ഒരു ടൈമില് സെക്കൻഡ് വേവ് ആ ഒരു ടൈമില് ഭയങ്കര സെയില് പോയ ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ പക്ഷെ ഞങ്ങൾ പിന്നെ കുറച്ച് ഓൺലൈന് ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ബ്രൈഡ്സ് ഈ അടുത്ത് എന്തൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിന്റെയായിരുന്നു? ബെസ്റ്റ് വുമൺ ഓൺട്രപ്രനർ അവാർഡ്. എന്ത് വേണം. അതെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങള് രണ്ടുപേരും കൂടി ഞാനിങ്ങനെ നമ്മൾ സ്വപ്നം കാണുവാണോ ഉമ്മ അവാർഡ് വാങ്ങാൻ പോയപ്പോഴും എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ അങ്ങ് നിന്ന്. അവിടെ എന്തൊക്കെയാ അവര് ചോദിക്കുന്നുണ്ട്. ടെൻഷനൊന്നല്ല, ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത്. അതും ഇവാൻഷി എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഡ്രീമിൽ എത്തിയപ്പോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ സ്റ്റക്കായി പോയി. അതെ പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളുടെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസ്. അതും ഒരുപാട് പേര് ഞങ്ങൾ അറിയാത്ത ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്, ഇവാൻഷിയുടെ കസ്റ്റമേഴ്സാണ്. ഇവാൻഷിയുടെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലത്തെ ഉള്ള കസ്റ്റമേഴ്സ് എല്ലാരും കുറെ വിഷസ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. നെഗറ്റീവ് കമന്റ് ഇല്ലാത്ത കമന്റ് ബോക്സുകളാണെന്ന് നിങ്ങളുടെ പേജ്. അടിപൊളി. എന്തായാലും നല്ല രീതിയിൽ എല്ലാം മുമ്പോട്ട് പോട്ടെ. ഇനി ഇതുപോലത്തെ അവാർഡുകളൊക്കെ മേടിക്കണ്ടേ? അതെ വാങ്ങിക്കണം. ഈ അവാർഡൊക്കെ മേടിക്കുമ്പോ ആരെയാണ് മനസ്സിൽ വരുന്നത്? എന്താണ് മനസ്സിൽ വരുന്നത്? അല്ല അത് ദൈവത്തിനെ തന്നെയാണ്. കാരണം അത്രത്തോളം ഞങ്ങൾ ഓരോന്നിനു വേണ്ടി ഞങ്ങൾ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തതല്ല. ഇതെല്ലാം നമ്മളിപ്പോ ഓരോ നമ്മൾ നേരത്തെ അതാണ് ഞങ്ങളെല്ലാം ഇതെല്ലാം ആഗ്രഹങ്ങളാണ്. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആണെങ്കിൽ പോലും അടുത്ത സ്റ്റേജ് ഇനി എന്തായാലും ഞങ്ങളൊരു കൗണ്ടർ സെയിൽ തുടങ്ങണം എന്നുള്ളതാണ്. എല്ലാ പ്രോഡക്ട്സും കിട്ടുന്ന രീതിക്ക്. കാഞ്ചീപുരം ഒക്കെ അതെ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് മറ്റു സ്ഥലത്ത് നിന്ന് കിട്ടാത്ത രീതിയിൽ എന്തോ ഒരു പ്രത്യേകതയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു 50% പ്രോഡക്ട്സും ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്. ഞങ്ങളുടേതായിട്ടുള്ള ഓൺ പ്രോഡക്ട്സ് കൊടുക്കാം. പുതിയ ഐഡിയാസ് ഒക്കെ വന്നു തുടങ്ങി. കോമൺ കിട്ടുന്ന പ്രോഡക്ട്സും ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സും വരും. പക്ഷെ എനിക്ക് അത് കോൺഫിഡൻസ് ആണെന്ന് എൻ്റെ കസ്റ്റമേഴ്സ് തന്ന ആ ഒരു എന്താണ് ഉറപ്പാണോ എന്ന് അറിയില്ല. പക്ഷെ ആ പ്രോഡക്ട്സിനാണ് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത്. ഏതോ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഇത് ചെയ്തപ്പോഴല്ലേ, ആലീസ് ക്രിസ്റ്റിയുടെ അവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ആയത്. പിന്നെ അതിനുശേഷം നമ്മുടെ സ്ഥാപനത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു?
ആലിസ് ക്രിസ്റ്റിയുടെ വെഡിങ് ചെയ്യുന്ന അപ്പൊ ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞെത്തിയെന്ന് കഴിഞ്ഞെത്തി. തോന്നുന്നു. ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പൊ ആലിസ് ക്രിസ്റ്റിയുടെ ഇത് ചെയ്ത് തുടങ്ങിയ ടൈമിൽ തന്നെ ഞങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആണ്. ലൈക്ക് ഫസ്റ്റ് സെലിബ്രിറ്റി ആണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ അടുത്തത് എന്നുള്ളത് ഒരു മീഡിയാസിന് മുന്നിൽ ഫസ്റ്റ് അല്ല, അതിന് മുന്നേ നമ്മൾ അനുമോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് ഫോട്ടോ ഷൂട്ട് ഷൂട്ട് ചെയ്തത് അനുമോളുടേതായിരുന്നു. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ബ്രൈഡ് എന്നുള്ള രീതിക്ക് ഒരു സെലിബ്രിറ്റി ബ്രൈഡ് വരുന്നത് ഫസ്റ്റ് ആലിസ് ആണ്. അപ്പം ആലിസ് ആ ഒരു ടൈമില് യൂട്യൂബ് വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. യൂട്യൂബും ഭയങ്കര ഒരു റീച്ച് ഔട്ട് ആയി. അതേപോലെ തന്നെ നമ്മളുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് അവളൊരു വീഡിയോ യൂട്യൂബിലിട്ട് അല്ലേ, അതൊക്കെ നല്ല റീച്ചായി. നമ്മൾ ചെയ്ത ഗൗൺ ആയിരുന്നു. പുള്ളിക്കാരിയുടെ എല്ലാ വീഡിയോസും 1 million+ വരുന്ന വീഡിയോസ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇവാൻഷിയും അത് വെച്ചിട്ടാണ് ഒരു ബ്രൈഡൽ എന്നുള്ളത് കുറച്ചും കൂടെ അറിയപ്പെടാൻ തുടങ്ങി. ഓൾ കേരള കസ്റ്റമേഴ്സ് ഒക്കെ കുറച്ചും കൂടെ അറിഞ്ഞ് നമുക്ക് എൻക്വയറീസ് ഒക്കെ ഒരുപാട് വന്നു. അതിനുശേഷം ഒരുപാട് ആലിസിന് ചെയ്ത പോലത്തെ ഗൗൺസ് ഒക്കെ ഒരുപാട് ഞങ്ങൾ ചെയ്തു. അതുവരെ ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ബ്രൈഡ് ഇല്ലായിരുന്നു, മുസ്ലിം ബ്രൈഡാണ് ഏറ്റവും കൂടുതൽ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്കും മുറയ്ക്കും. പക്ഷെ അങ്ങനെയാണ് അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആലീസിൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചാണ്, മോളെ ഇങ്ങനെ ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ചെയ്തിട്ടില്ല, മോളുടെ ഗൗണ് തരുമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ അവള് ആൻറ്റി അതിനെന്താ നമുക്ക് ചെയ്യാമല്ലോ എന്നാണ് ഇങ്ങോട്ട് പറയുകയും ചെയ്ത്. അപ്പം നമ്മളെ ഫുള്ളങ്ങ് വിശ്വസിച്ച് അവള് ഫുള്ള് നമ്മളുടെ അടുത്ത് അങ്ങ് തന്നിട്ട് പോയതാണ്. പിന്നെ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈ നിമിഷം വരെയും. അടിപൊളി. ആലിസിന് ഇത് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഭയങ്കര സംസാരമായിരുന്നു, അവരുടെ ഡ്രസ് കോഡും ഇതെല്ലാം. സ്റ്റൈലിങ്ങും അനുവാ ചെയ്ത് ആലീസിന്റെ നല്ലൊരു വൈറലായിട്ട് പോയതായിരുന്നു. നമുക്ക് വലിയൊരു മാറ്റം തന്നത് ആലീസാണ്. അയ്യോ അത് എവിടെ വേണമെങ്കിലും പറയാം. കാരണം എനിക്കിപ്പോഴും എനിക്ക് ആലീസിന് ഞങ്ങൾ ആ ഡ്രസ്സ് കൊടുക്കുന്ന ഒരു സമയത്ത് ആലീസും ചേച്ചി ഉണ്ടായിരുന്നു, ആലീസിന്റെ അമ്മയും. അത് വാങ്ങിയിട്ട് അയ്യോ ആലീസ് നിന്ന് തുള്ളി ചാടിയത് കാണണമായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ കല്യാണ ഡ്രസ്സ് തന്നെയെന്ന് ചോദിച്ചിട്ട് ആൻറ്റീന്ന് ചോദിച്ചിട്ട് തുള്ളി ചാടി. എൻ്റെ പാനുവിനെ പോലെ തന്നെയാണ് അവളും. അപ്പൊ ചേച്ചി പറയും, ആലീസിന്റെ അമ്മ ചേച്ചി പറയണേ, റീജ എൻ്റെ മോക്ക് ഇത്രയും നല്ല ഡ്രസ്സ് കൊടുത്തില്ലേ, എനിക്കിപ്പം ഇമോഷണലാന്ന് പറയും. ഇത്രയും നല്ല ഡ്രസ്സ് നിങ്ങൾ കൊടുത്തില്ലേ, നിങ്ങൾക്ക് ദൈവം ഒരിക്കലും താഴോട്ടാക്കുമായിരുന്നു, ഒരുപാട് ഉയരത്തിലെത്തുമെന്ന് ആ ചേച്ചി അവിടെ വെച്ച് പറഞ്ഞ്. പക്ഷെ അപ്പോഴും ആ ഒരു വാക്കിന് ഞങ്ങൾ ഇത്രത്തോളം ഇത് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതെ അതെ, അത് ഞാൻ എപ്പോഴും ചേച്ചിയുടെ അടുത്ത് ആലീസിന്റെ അടുത്ത് ഞാൻ പറയും, മോളെ മോൾക്ക് ചെയ്ത ആ ബ്രൈഡിന്റെ ഇതിലാണ് ഞങ്ങൾ ഇപ്പൊ എന്താ ഇവിടെ വരെ എത്തിയെന്ന് എപ്പോഴും ഞാൻ ചേച്ചിയെ കണ്ടാലും പറയും. അടിപൊളി. അനുമോള് ഇത് പറഞ്ഞില്ലേ, അനുമോൾ എപ്പോഴാണ് ഞങ്ങള് ഇവാൻഷി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് ഒരു സെലിബ്രിറ്റി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അനുമോളാണ്. തുടക്കം അവിടെ നിന്നാണ്. 2 ഡ്രസ്സിന്റെ ഫോട്ടോഷൂട്ട് ഞങ്ങൾ ചെയ്യുന്നത് അനുമോളുടെ. ഒരു സെലിബ്രിറ്റി എന്നുള്ളത് ഫസ്റ്റ് കോണ്ടാക്ട് പോകുന്ന അനുമോളുമായിട്ട്. അടിപൊളി. അപ്പൊ അതിന്റെ ഒരു എഫക്ട് ഈ പറഞ്ഞ പോലെ അനുമോൾക്കും കിട്ടിക്കാണും. അനുമോളുടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കുറെ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് തുടങ്ങി തന്ന അനുമോള് തന്നെയാണ് അല്ലേ, നമ്മളുടെ ഒരു സെലിബ്രിറ്റി ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അവളിൽ നിന്ന് തന്നെയാണ്. ഓക്കെ. അനുമോൾ ഇപ്പൊ 2025 ബിഗ് ബോസ് കപ്പ് എടുത്തിട്ട് വിന്നറായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അടിപൊളി. ഇതുപോലെ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. ആലീസിന്റെ വെഡിങ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ പിന്നെ ഞങ്ങളുടെ ഷോപ്പ് ഫുള്ള് അങ്ങ് ഫില്ലായി കസ്റ്റമറെ കൊണ്ട്. പിന്നെ അവിടെ നിന്നാൽ പറ്റില്ല എന്ന് തോന്നി വേറൊരു വലിയ ഷോപ്പിലോട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ആയി. ഇപ്പം ആ ഷോപ്പിലല്ല ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ട് നമുക്ക്? ഇപ്പം 3 ബ്രാഞ്ച് ഉണ്ട്. നമ്മൾ തുടങ്ങിയപ്പോ എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നു? തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ സിസ്റ്റർ ലോയും മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞൊരു 6 മന്ത് ആയപ്പോൾ ഒരു 5 സ്റ്റാഫായി. ഇപ്പോൾ 45 സ്റ്റാഫ് ഉണ്ട്. 45. ഓ, അതിനർത്ഥം നമ്മൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നു നമ്മളെ. ഇവാൻഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇവാൻഷിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഇവാൻഷി ഒരു ഓൺലൈൻ എന്നല്ല, ബ്രൈഡൽ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ബുട്ടിക്കാണ്. ബ്രൈഡൽ കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് ചെയ്യുന്ന ഒരു ബുട്ടിക്കാണ്. പ്ലസ് ഇപ്പൊ ഞങ്ങൾ അതൊരു പ്രീമിയം സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ 2025 മാർച്ചിൽ ഞങ്ങൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിക്ക്, വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്ക്, ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്കുള്ള പ്രോഡക്ട്സ്
കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. അതിലെല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഞങ്ങൾ സെൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാനും ഉമ്മായും വെയർ ചെയ്തേക്കുന്ന സാരി ഉൾപ്പെടെ ഇതിലാണ് ഇപ്പൊ ലോഞ്ച് ആവുന്നത്. ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഞങ്ങളുടെ ഓൺ പ്രോഡക്ട്സ് ആണ്. ഓക്കെ 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 ഓക്കെ. ഓ നൈസ്, അടിപൊളി. ഇതിപ്പോ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല നമ്മളുടെ ഈ വീഡിയോയിൽ കൂടെയാണ് ലോഞ്ച് ഓ അടിപൊളി. ലോഞ്ചിങ് നടന്നിരിക്കുകയാണ് നമ്മുടെ ഇന്റർവ്യൂ കൂടി. നൈസ് നൈസ്. ഞാനിപ്പോ ഇട്ടേക്കുന്നത് ബനാറസ് സാരീസ്, ഉമ്മാടത് അതേപോലെ ഓർഗൻസ സാരി. ഓ രണ്ട് സാരി ലോഞ്ചും. ഇതെല്ലാം നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന സാരീസ് ആണ്. ഇതെല്ലാം വെബ്സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. എന്തായാലും ഇത് അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ട് റേറ്റ് കുറവായിരിക്കും. പിന്നെ ധൈര്യമായിട്ട് വെബ്സൈറ്റിൽ കയറി. നമ്മുടെ വെബ്സൈറ്റിന്റെ പേരെന്താ? വാൻഷി.in തന്നെ. അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിലവിലുള്ള ഇതും അതിനകത്ത് ഉണ്ടാവില്ലേ? ഏതാണ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. നമ്മളുടെ ഈ ഒരു ഇതിന് വേണ്ടിട്ട് ഒരു പ്രത്യേകിച്ച് സെക്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണത്. ഭയങ്കരമായിട്ട്. അപ്പൊ അതിൽ ഇതുപോലെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. നമുക്ക് മറ്റുള്ളവർക്ക് നിന്ന് കിട്ടാത്തതായിരിക്കാം. നമ്മൾ അറിഞ്ഞു കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് അറിഞ്ഞു കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഞാനും ഉമ്മായും എപ്പം ഞങ്ങൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തോ ഒട്ടും ലൈക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ റേറ്റ് എത്ര കുറച്ചാലും ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേണ്ട എന്നുള്ളത് ആദ്യമേ ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് എടുക്കുന്നത് ചിലതൊക്കെ പ്രശ്നം വരാറുണ്ട്. പക്ഷെ അത് ഒറ്റ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത പ്രൊഡക്ഷൻ ടീം വെച്ചിട്ട് നല്ല പ്രോഡക്ട്സ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഞങ്ങളുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആണ് ഞങ്ങളുടെ മെയിൻ. ഇത് ഞങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഇല്ല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒട്ടും ചെയ്യാറില്ല. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സ് എനിക്ക് കുറച്ചും കൂടെ യൂണീക്ക് ആയിട്ടിരിക്കണം എന്നുണ്ട്. അതെ അതെ. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. നമ്മുടെ ഇവാൻഷി.in എന്ത് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലും ഒരു യൂണീക്നെസ് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞങ്ങളുടെ ഓൺ പ്രോഡക്ട്സ് കുറെ ഡിസൈൻസും ഉണ്ട്, അതായത് കോമൺലി കിട്ടുന്ന പ്രോഡക്ട്സും ഉണ്ട്. രണ്ടും ഇടുന്നുണ്ട്. പക്ഷെ കുറെ ഓൺ പ്രോഡക്ട്സിനാണ് ഞങ്ങളുടെ ഏറ്റവും ഡിമാൻഡബിൾ. അടിപൊളി. ഉമ്മ പണ്ട് കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചില സമയം എനിക്ക് എന്ത് പറയട്ടെ, എനിക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു. അത് ചെറിയ കുഞ്ഞു ലേസ് ആണെങ്കിൽ അവൾ ഉദ്ദേശിക്കുന്ന സംഭവം കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ എന്നെ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ ചിന്തിക്കും, അഡ്ജസ്റ്റ് ചെയ്യില്ല, അത് തന്നെ വേണമെന്ന്. ഞാൻ എനിക്ക് അങ്ങനെ നിർബന്ധമുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ സാധനം തന്നെ വേണം, ഇല്ലെങ്കിൽ വേണ്ട, ഇടില്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ അടിയാവാറും ഉണ്ട് അതിന്. അയ്യോ, ഞങ്ങളുടെ ഷോപ്പിലെ സ്റ്റാഫുകൾ എപ്പോഴും പറയും, ഇത്താ ബിഹൈൻഡ് ദി സീൻസ് ഇട്, 1 മില്യൺ റീച്ച് ഉറപ്പാണ്, ബിഹൈൻഡ് ദി സീൻസ് ഇട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ കമന്റ്സ് ഒക്കെ വരുമ്പോഴെല്ലാവരും പറയും, മീൻസ് ഞങ്ങൾ രണ്ടുപേരും വരുന്ന വീഡിയോസൊക്കെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ്, നിങ്ങൾ രണ്ടുപേരും വീഡിയോ ചെയ്യുന്നത് കേൾക്കാൻ രസമാണെന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ നോർമലി സംസാരിക്കുന്ന രീതിക്ക് സംസാരിക്കാം. പക്ഷെ അതിന് മുന്നേ ആ വീഡിയോ എത്തിപ്പെടാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. അതെപ്പോഴും അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥ അമ്മയും മോളും എപ്പോഴും സംസാരിച്ച് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആവാറില്ലല്ലോ. എപ്പം ഒന്നും മനസ്സിലാവില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളും ബാക്ക് സ്റ്റോറീസ് ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അല്ലാണ്ട് നോക്കുമ്പോ ഞാൻ ഉമ്മാന്ന് വിളിക്കുന്നു, അനു എന്ന് വിളിക്കുന്നു, എല്ലാം കറക്റ്റ്. അതെ, എല്ലാ സ്നേഹവും കറക്റ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞ എന്താണെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ വീഡിയോയുടെ മുന്നിൽ വരുമ്പോഴ് ഒന്നാവും. അതാണ് ക്യാമറ വെച്ചാൽ മതി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞൊരു കാര്യം, റേറ്റിൽ കോംപ്രമൈസ് ചെയ്താലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. അതാണ് ഇവാൻഷിയുടെ മെയിൻ ഒരു. ഞങ്ങൾ ബ്രൈഡ് ബ്ലൗസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ കൊണ്ടുവരുമ്പോ അവരുദ്ദേശിക്കുന്ന കിട്ടി കഴിഞ്ഞാൽ ഞങ്ങള് നല്ല ചിലപ്പോ റേറ്റ് കുറവായിരിക്കും, പക്ഷെ കസ്റ്റമറിന് അത് തന്നെ വേണം. ഞങ്ങള് നഷ്ടം വന്നാൽ അത് ചെയ്തു കൊടുക്കും. കാര്യം കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇപ്പൊ വിദേശത്തിരിക്കുന്ന ഒരു ബ്രൈഡിന് ഇപ്പൊ നാട്ടില് കല്യാണവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് ദിവസത്തെ ലീവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ വന്നതുപോലെ ഓടി നടന്ന ഡ്രസ്സൊക്കെ എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്
അതെ, അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും. ഓൺലൈൻ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പം അതിൽ മിക്കുള്ള കസ്റ്റമേഴ്സും നമ്മളിപ്പോൾ വാട്സപ്പ് ത്രൂ ആയിരിക്കും നമ്മൾ മെഷർമെന്റ്സും എല്ലാം ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ അവർ ഡയറക്റ്റ് ആ ഒരു ഇപ്പോൾ പറഞ്ഞതുപോലെ 2-3 ദിവസം മുന്നേ ആയിരിക്കും അവർ നാട്ടിലെത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം റെഡി ആയിരിക്കും. അവർ വന്ന് ട്രയൽ ചെയ്യുക, കൊണ്ടുപോകുക. അങ്ങനെയാണ് ഞങ്ങൾക്കുണ്ട്, ഒരു ഓൺലൈൻ സെക്ഷനായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇനി ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ് ഇപ്പോൾ സാരി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് നമ്മളിപ്പോൾ നമ്മൾ അതിൽ എന്താണ് ഇപ്പം ഡ്രൈ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നതിലാണ് ഒരു ഡ്രസ്സ് നമ്മൾ എടുക്കുന്ന ഒരു നല്ലൊരു കോസ്റ്റ്യൂം നശിക്കുന്നത് എപ്പോഴാണ്? അത് ഈ പ്യുവർ പ്രോഡക്ട്സ് എല്ലാം അതിനനുസരിച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. കാര്യം അത് അത്രയും പ്യുവറാണ്, അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ഇതാണ്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ പറയാറുണ്ട്, ഇപ്പോൾ ഞങ്ങളൊരു ബ്രൈഡൽ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഹാങ് ചെയ്തിടുക. ഇപ്പം ഉടവ് വരാണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഹാങ് ചെയ്ത് കറക്റ്റ് സൂക്ഷിച്ച് തന്നെ പേപ്പറിലൊക്കെ ആക്കിയിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ സാരീസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പ്യുവർ സാരീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അത്രയും നന്നായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്കാണ്. പ്യുവർ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സ്വെറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പോലും അതിൽ പ്രശ്നം വരാറുള്ളതാണ്. പറയുന്ന പോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് അടുത്ത നമ്മുടെ ഫ്യൂച്ചർ പ്രോഗ്രാമുകളൊക്കെ? ഫ്യൂച്ചർ പ്രോഗ്രാം അതാണ് പറയേണ്ടത്. ivanshi.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻ. ഇപ്പോൾ ഞങ്ങൾ 2025 മാർച്ചിലാണ് ivanshi.inന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതുവരെ നമുക്കൊരു ഓൺലൈൻ കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓൺലൈൻ കസ്റ്റമൈസേഷൻ എന്നല്ല, നമ്മളുടെ ഒരു ബുട്ടിക്, ബ്രൈഡൽ ബുട്ടിക്, ഡിസൈനർ വെയർ ബുട്ടിക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്ന ivanshi.inൽ എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്ട്സും സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൽ ഞങ്ങളുടേതായ ഓൺ പ്രോഡക്ട്സ് ഉണ്ട്, ഏറ്റവും റീസണബിൾ ആയിട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് ഉണ്ട്. അതിനെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ലാർജ് സ്കെയിലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീം അല്ലേ? ഇപ്പം എല്ലാവരുടെയും എത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഓൾ കേരള, ഓൾ ഇന്ത്യ ഞങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം ഡെലിവർ ആവുന്നുണ്ട്. അത് തന്നെ, അതും ലാർജ് ക്വാണ്ടിറ്റിയിലാവുന്നുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഒരു മിനിമം ഓഫ് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട്. ആ ഒരു കസ്റ്റമർ എന്നല്ലാണ്ട് കുറച്ചും കൂടെ പുറത്തുനിന്ന് കുറച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പക്ഷേ ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു 2 month ആയിട്ട് നല്ലൊരു റീച്ച് ഔട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഓരോ പ്രോഡക്ട്സും 1000+, അതെ 200+ ഓർഡേഴ്സ് ഡെയിലി വരുന്നുണ്ട്. 1000+ ഓരോ പ്രോഡക്ട്സിൻ്റെയും ഇപ്പോൾ ഈ സാരീസ് ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇട്ട ഒരു സാരിയും 1000+ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്. അതെ ഇല്ല, ഈ സാരി അല്ല, ഞങ്ങൾ ലോഞ്ച് ചെയ്ത സാരി. ഇനി ഞങ്ങളുടെ അടുത്ത ഇപ്പോൾ ഓൺലൈൻ്റെ ഇത് പറഞ്ഞ പോലെ ഞങ്ങളുടെ അടുത്തൊരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണെന്ന് ഞങ്ങൾക്കറിയാം, കൗണ്ടർ സെയിൽ. ഞങ്ങൾ ഈ വെബ്സൈറ്റിൽ കൊടുക്കുന്ന ഒരു പ്രോഡക്ട്സും കൗണ്ടർ സെയിലായിട്ടില്ല, കൗണ്ടർ സെയിൽ നടത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ഡിസംബർ ഓർ ജാനുവരി കറക്റ്റ് ഒന്നൊരു സ്പേസ് ഒന്ന് സെറ്റ് ആവുന്നത് വരയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് അതെ ഒരു കൗണ്ടർ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങൾ പ്രതിസന്ധിയിലാണ്. പല കസ്റ്റമേഴ്സും ഞങ്ങളെ തേടി ഷോപ്പിൽ വരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ അതാണ്, ഇപ്പോൾ മെനിങ്ങാന്ന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അന്ന് കോട്ടയത്ത് നിന്ന് വന്നതാണ്. കോട്ടയത്ത് നിന്ന് അവർ ഈ പ്രോഡക്ട്സ് എല്ലാം കണ്ടിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് വന്നത്. അപ്പം കൗണ്ടർ സെയിൽ അവർക്ക് കാണിച്ച് കൊടുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സെയിൽ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വെയർ ഹൗസ് ആണ് ഫുള്ളും, വെയർ ഹൗസിലോട്ടാണ് ഉള്ളത്. അപ്പം പിന്നെ ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാഫ്സ് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു. എന്നാൽ നമ്മൾക്ക് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, 20,000+ ആ ഒരു കസ്റ്റമേഴ്സ് വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ദൂരം വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തു സാധനം, വെയർ ഹൗസിൽ നിന്ന് എടുത്ത് കൊടുത്തപ്പം അപ്പൊ അവർക്ക് വീണ്ടും വീണ്ടും വേണം. അപ്പോഴും ഞങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കുന്നു, സ്റ്റാഫുകളെല്ലാം പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നു. കാര്യം ഞങ്ങൾക്ക് വീണ്ടും അത് ഇഷ്ടമായി, വീണ്ടും അടുത്തത് വേണം. അതെ പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ വന്നു, ഒരു കൗണ്ടർ സെയിൽ എന്നുള്ള ഒരു ലിമിറ്റേഷൻ വന്നായിരുന്നു.
എത്രയും പെട്ടെന്ന് തുടങ്ങുകയാണ്. നല്ല കാര്യം. അതെ, അപ്പൊ അതാണ് ഞങ്ങളുടെ അടുത്തൊരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഞങ്ങളുടെ ഒരു നല്ലൊരു സ്പോട്ട് നോക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എന്തായാലും ഉടനെ തന്നെ ഒരു കൗണ്ടർ സെയിൽ നമ്മൾ ഓൺലൈൻ കൊടുക്കുന്ന പ്രോഡക്ട്സും ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടാത്ത കുറെ യൂണീക്ക് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ഇനി വരുന്ന കമ്മിങ് വീക്കിൽ പർച്ചേസിങ്ങിന് പോകണം. അതിന്റെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പർച്ചേസിംഗ് ഒക്കെ നിങ്ങൾ തന്നെയാണോ? മെറ്റീരിയൽസ് എല്ലാം എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതെ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട് നോർത്തിൽ. ഇപ്പൊ എനിക്കൊരു ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ബഡ്ജറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു 1000 ബിലോ ഉള്ള പ്രോഡക്ട്സ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് അതും കുറച്ചും കൂടെ യൂണീക്ക് സാരീസ് ഒക്കെ യൂണീക്ക് സാരീസ് എന്നല്ല സൽവാസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നതും അതുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അതൊരു ഏറ്റവും വലിയ സന്തോഷമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റും ഇപ്പൊ ക്വാളിറ്റി ഇല്ലാത്തതും ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നു. ഇതെങ്ങനെ ആൾക്കാർ തിരിച്ചറിയുക? എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ 999 റേഞ്ചിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഞങ്ങൾ സെയിലാക്കുന്ന അതേ പ്രോഡക്റ്റ് ചിലപ്പോൾ അതിൻ്റെ റെപ്ലിക്കാസ് വരാറുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ലൈക്ക് ഫാബ്രിക്കിലായിരിക്കും, ഏതെങ്കിലും ഒരു ഫാബ്രിക്കിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്രോഡക്റ്റ് കിട്ടും. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന സാരി ഉമ്മ ഇട്ടേക്കുന്ന സാരിയും ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു റെപ്ലിക്ക ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ക്വാളിറ്റിയാണ് ഡിഫറൻസ് വരുന്നത്. അതിപ്പോ നമ്മൾ ഇതിൽ കൊടുക്കുന്ന മിക്സോ അതൊക്കെ ആയിരിക്കും. അതിൽ പോളിസ്റ്റർ മിക്സ് ചെയ്യാം, അങ്ങനെയല്ല നമ്മൾ റേറ്റ് വേരിയേഷൻ. അത് നമ്മളിപ്പോൾ ഫാബ്രിക്കിൽ കൊടുക്കുന്ന മിക്സിംഗ് ഒക്കെ ആയിരിക്കും, പോളിസ്റ്റർ മിക്സ് വരാം, അങ്ങനെ മിക്സിങ്ങിലൊക്കെയാണ് കൂടുതൽ ഇത് വരുന്നത്. ഇപ്പൊ ഇതിൽ വന്നേക്കുന്ന ഡിജിറ്റൽ ഇപ്പൊ ഇതിലിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിൽ വന്നേക്കുന്ന ഡിജിറ്റൽ പ്രിന്റ്സ് ആണെങ്കിലും അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ വന്നേക്കുന്ന കളേഴ്സ് കുറച്ചും കൂടി ഡിം ആക്കാം. അങ്ങനെ മീൻസ് അതിന്റെ പ്രൊസീജിയർ ഒക്കെ കുറെ കാര്യങ്ങൾ ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ഫാബ്രിക് ഇത് ഓർഗൻസ എന്ന് പറഞ്ഞിട്ടുള്ള സിൽക്കി ഓർഗൻസ ആണ്, വെൽവെറ്റ് ഓർഗൻസ ആണ് ഫാബ്രിക്. ഈ ഒരു ഫാബ്രിക്കിന്റെ തന്നെ നമുക്ക് പല റെപ്ലിക്കാസ് കിട്ടും. അത് നമുക്ക് പിടിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞങ്ങളുടെ സാരീസിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള സാരീസാണ് എനിക്ക് മെയിൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിനും അതാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു ബോഡി ഹഗ്ഗിങ് ഫാബ്രിക്സ് ഇപ്പം അത് നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുമ്പോൾ അതേപോലെ അത്രയും ബോഡി നമുക്ക് ഒതുങ്ങുന്ന ഒരു സാരിയോ അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. അത് ചില കസ്റ്റമേഴ്സ് കമ്പയർ ചെയ്യാറുണ്ട്, അതെന്താ അവിടെ ആ ഒരു റേറ്റ് കിട്ടാം. അപ്പൊ ഞങ്ങൾ പറയാം മാം ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട്, ഫാബ്രിക് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സെമി സിൽക്ക് ഫാബ്രിക് കൊടുക്കുന്നതിന് വേറൊരു ഫാബ്രിക് അതിന്റെ പോളിസ്റ്റർ മിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു പെർ മീറ്ററിൽ തന്നെ ഇത്ര രൂപ കുറയ്ക്കാൻ പറ്റും. എന്തായാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുക. ഇത് തന്നെ ഒരുപാട് വിവരങ്ങളിൽ എത്തും, അത് ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചിരുത്തിയത് ഇന്റർവ്യൂ. തിരക്കിലായോട്ടെ, ഞങ്ങളൊരു ഇന്റർവ്യൂവിന് വേണ്ടി പുറകെ നടക്കട്ടെ. അടുത്ത ഞങ്ങളുടെ ഓൺലൈൻ ഈ ഒരു കൗണ്ടർ സെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്നുകൂടി എന്തായാലും തിരക്കി. അതെ, ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഷോപ്പായിട്ട് ഉണ്ട്. അതാ പറഞ്ഞത്, തീരില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് ഒരു പോയിന്റിൽ നിന്ന് എത്തി എന്നാ ഇത് വെച്ച് നിർത്താന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഉണ്ട്, ഒരുപാട് ഉണ്ട്. അങ്ങനെ അതെ അതെ, ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാനും ഒരു എന്തായാലും എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ. എന്തായാലും എല്ലാത്തിനും പുറകിലൊരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ തന്നെയാണ്. ഉമ്മയുടെ ഉമ്മ അല്ലേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും അവരില്ലെങ്കിൽ നമ്മളില്ല, ഞാനിന്നല്ല അവളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്ത് വന്നിരുന്നാലും ഉമ്മ എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നെങ്കിൽ പോലും എന്റെ അമ്മ തന്നെയാണ് എന്റെ പിന്നില് ഇത്രയും ശക്തിയായിട്ട് നിൽക്കുന്നത്. അന്ന് എന്റെ അമ്മ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ കഴിവുണ്ട്, ഇത് കണ്ടെത്തി എന്നെ പഠിക്കാനൊക്കെ കൊണ്ട് വീട്ടിലിരുന്ന് ഞാൻ എങ്ങും ആവൂല. തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ കൂടുതൽ പഠിക്കാത്തത് ഞാനാണ്, ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. എന്റെ ബ്രദറുണ്ട് സിസ്റ്ററുണ്ട്, അവരൊക്കെ നല്ല വിദ്യാഭ്യാസം കൊള്ളയാണ്. പക്ഷെ എന്നെ അതിനല്ല, എന്റെ അമ്മ വഴി തിരിച്ചു വിട്ട്. പക്ഷെ എന്നെ പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡ് അതാണ്. പിന്നെ അല്ല, എന്തായാലും ഈ അമ്മമാര് പറഞ്ഞ കേൾക്കണം, പാരന്റ്സ് പറഞ്ഞ കേൾക്കണം. എന്റെ അമ്മ മാത്രമല്ല, എന്റെ മദറിലോ എന്റെ ഹസ്ബൻഡിന്റെ
എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എവിടെയോ ഇരുന്ന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഇതിന് നല്ലത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഇതെല്ലാം കൂടെ ഉണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നതുകൊണ്ടാണ്. എനിക്ക് പരസ്യത്തെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ്. അത് വലിയ കാര്യം തന്നെ. ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.